ഹായ് സുഹൃത്തേ, ഇന്ന് താങ്കളുടെ എനർജിയും താങ്കളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണ്, എന്ത് അഫർമേഷൻസാണ് നിങ്ങൾ പറയേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചത്. ഇത് ഡെയിലി നമ്മൾ ഈ ടാരോട്ട് റീഡിംഗ് നോക്കുമ്പോൾ ഇതൊരു ഹീലിംഗ് പ്രോസസ്സിങ്ങാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചോ ഡെയിലി ഇങ്ങനെ റീഡിംഗ് കേൾക്കുമ്പോൾ അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. നമ്മളുടെ മൈൻഡിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്താണ്. ഇത് എല്ലാവരുടെയും മുന്നിൽ എത്തുന്നതല്ല ഈ റീഡിംഗ്. ഈ റീഡിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡിവൈനായിട്ട് കണക്റ്റായ ആൾക്കാരുടെ മുന്നിൽ മാത്രമേ ഈ ടാരോട്ട് റീഡിംഗ് എത്തുകയുള്ളൂ. അതേപോലെ റീഡിംഗ് എടുക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരും അങ്ങനെയുള്ളവർ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈനായിട്ട് കണക്റ്റുള്ള ആൾക്കാർ മാത്രമാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും യൂണിവേഴ്സിൻ്റെ ഒരു വ്യക്തിയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നന്മയുള്ള മനുഷ്യർ മാത്രമേ, അതായത് ജീവിതത്തിൽ ഒത്തിരി ദുരിതങ്ങളും പാഠങ്ങളും ഒക്കെ അനുഭവിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർ, അവരൊക്കെ തീർച്ചയായിട്ടും ഈശ്വരനിൽ വിശ്വസിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ ഈ ഭാഗത്തേക്ക് വരികയും ഈ ടാരോട്ടിലൂടെ ഹീൽ ചെയ്യപ്പെടുകയും ചെയ്യുള്ളൂ. അല്ലാതെ ഇതറിയാൻ പറ്റാത്ത ധാരാളം പേരുണ്ട്. ഇതുപോലെ ധാരാളം ദുരിതങ്ങൾ നിങ്ങളെക്കാളും വലിയ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയുണ്ട്. ധാരാളം പേർ അത് അനുഭവിച്ച് മരിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരിൽ 90% പേര് പോലും ഈ രംഗത്തേക്ക് വരത്തില്ല. കാരണം മനസ്സിൽ നന്മയുള്ളവർ മാത്രമേ ഈ രംഗത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇടയിലുള്ള കറണ്ട് എനർജി എന്ത് ഔട്ട്കമാണ്, നിങ്ങൾ എന്താ അഫർമേഷൻസാണ് കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാണായാമം ചെയ്യുക. ഓക്കെ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെ നെക്ക് റൊട്ടേഷൻ, അതായത് ശ്രീ ഗുരുവിൻ്റെ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ആജ്ഞാചക്ര അത് വർക്കൗട്ട് ചെയ്യാനായിട്ട്, ഇത് ആക്റ്റീവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് നന്നായിട്ട് നെക്ക് റൗണ്ട് ചെയ്യുക, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, പിന്നെ ചെവി പിടിച്ച് വട്ടം കറക്കുക, നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ ശിരസിലൊന്ന് റബ്ബ് ചെയ്യുക, ഇതൊക്കെയാണ്. അതേപോലെ ചുണ്ടുകളൊന്ന് സൗണ്ട് ഇട്ട് വെക്കുക, ഭ്രമരി ചെയ്യുക, ഇതൊക്കെയാണ് ഭസ്ത്രിക. അതുപോലെ ഭസ്ത്രിക ചെയ്യുന്നത് നമുക്ക് ഹാർട്ട് ഓപ്പൺ ആകാനും അതേപോലെ മണിപ്പൂരം ഓപ്പൺ ആകാൻ വേണ്ടിയാണ്. അതേപോലെ നീല കളറുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, അതാണ് ത്രോട്ട് ചക്രയ്ക്കുള്ളത്. ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആയാൽ നല്ല സംസാരതയായിരിക്കും, മോശമായ രീതിയിലൊന്നും സംസാരിക്കില്ല, ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല, നല്ലൊരു മൈൻഡായിരിക്കും, ആരോടും ദേഷ്യപ്പെടത്തില്ല, കാമാൻ ക്വയറ്റായിരിക്കും, എന്തും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതേപോലെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കും, നിങ്ങൾക്ക് എന്തും പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുണ്ടാകും. ഇതൊക്കെയാണ് ത്രോട്ട് ചക്ര ആക്ടിവേഷൻ ആയാൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ എനർജി 5 ഓഫ് സോഡാണ്. 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വഞ്ചിച്ചു പോയ ഓർമ്മയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിടക്കിടക്ക് നിങ്ങളതൊന്നും പൂർണ്ണമായിട്ടും മുക്തരായിട്ടില്ല. നിങ്ങളിപ്പോഴും ആ ഒരു ഓർമ്മയിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ വിശ്വസിച്ചിട്ടുണ്ടാകാം, സ്നേഹിച്ചിട്ടുണ്ടാകാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇതെല്ലാം മനസ്സിലാക്കാതെ, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്ന് നിങ്ങളെ ശരിക്കും വഞ്ചിച്ചിട്ട് പോയൊരു മനുഷ്യനാണ് നിങ്ങളുടെ പാർട്ട്ണർ. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ പുതിയ കാര്യങ്ങൾ, അതായത് നമ്മൾ പഴയതിനെക്കുറിച്ച് ഓർത്തുന്നാൽ വീണ്ടും വീണ്ടും അതേ വരത്തുള്ളൂ. യൂണിവേഴ്സിന് നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും അറിയില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചിന്തിക്കേണ്ട. ഇനി പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, ആ കാര്യങ്ങൾ വിട്ട് കളയുക. പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു. പേഴ്സൻ്റെ കറണ്ട് എനർജി കണ്ടറിയാമല്ലോ. 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രണയത്തിൻ്റെയാണ്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അയാൾക്ക് ആ വ്യക്തിക്ക് നൊസ്റ്റാൾജിയ അനുഭവപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം പഴയ കാലത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്, അവർ നല്ലൊരു കാലത്തെക്കുറിച്ച് അയവിറക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ദ എംപ്രസ് ആണ്. സൂപ്പറാണ്. ഈ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ലേഡിയാണ്, അതേപോലെ ഒരു കെയറിങ് ലേഡിയാണ്, രാജകീയമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലുള്ള അവസ്ഥ ഇപ്പോൾ ഇതാണ്. അതായത് നല്ലൊരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നിങ്ങൾക്കുള്ള ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. നിങ്ങളുടെ ഔട്ട്കം മജീഷ്യനാണ്. അതൊരു മേജർ ആർക്കാന കാർഡാണ്. ഈ മേജർ ആർക്കാന കാർഡ് എന്ന് പറഞ്ഞാൽ, ഈ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസും ഉള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ നമുക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് എടുക്കുക. അതാണ് മജീഷ്യൻ കാർഡിൻ്റെ ആൻസർ. മജീഷ്യൻ വെച്ചാൽ അത് വളരെ പോസിറ്റീവായ കാർഡാണ്. നമ്മൾ ചിന്തിക്കുക, നമുക്ക് വേണ്ടത് ഏത് ലൈഫാണ് വേണ്ടത്, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക. അതാണ് ഈ മജീഷ്യൻ കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് അഫർമേഷനാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. വാവ്, അത് ഒരു മേജർ അർക്കാന കാർഡാണ്. അതായത് ഡെത്താണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഒരു പ്യൂപ്പ ഒഴിവാകുന്നതും അത് പിന്നെ ചിത്രശലഭമാകുന്നതും അങ്ങനെ ഒരു മാറ്റമാണ് ഈ ഡെത്ത് കാർഡ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇത് കാർഡ് ഒരിക്കലും ഒരു ഡെത്ത് എന്ന് പറഞ്ഞ മരണമല്ല. അതിൽ വീണ്ടും പുറത്തേക്ക്, അതായത് ഒരു വളരെ ദുഃഖകരമായ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടുന്നതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് വേണ്ടുന്നതെല്ലാം യൂണിവേഴ്സ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക. അതാണ് നിങ്ങളുടെ അഫർമേഷൻസ്. പിന്നെ നിങ്ങൾക്ക് പണത്തെക്കുറിച്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പഴയ കാര്യങ്ങളും നിങ്ങളുടെ മോശപ്പെട്ട ലൈഫ് അത് ഡെത്തായി കഴിഞ്ഞിരിക്കുന്ന പുതിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അഫർമേഷൻ കൊടുക്കുക. അഫർമേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. നല്ല നല്ല അഫർമേഷൻസ് കിട്ടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഡിയർ.